സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിലെ സ്വാഗതവും നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനവും അറിയിക്കുന്നു. പ്രാർത്ഥനയോടൊപ്പം കൂടെ എത്ര നേരം സഹകരിക്കുക. ഈ വചനം യേശു പറഞ്ഞതുപോലെയാണെങ്കിൽ ആത്മാവും ജീവനുമാകുന്നു. വചനം അക്ഷരമല്ലേ, വചനം വാക്കുകളല്ലേ, വചനം വരികളല്ലേ, വചനം ഒരു പ്രസ്താവനയല്ലേ, പിന്നെന്താണത്? ഈ ദൈവവചനത്തിന് മാത്രമേ ആത്മാവും ജീവനുള്ളൂ. അതുകൊണ്ട് ഈ ആത്മാവും ജീവനുമുള്ള വചനത്തിന് വേണ്ടി നിങ്ങൾ അല്പസമയം ചെലവിട്ടാൽ നിങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും ഹൃദയത്തിനും നിങ്ങൾക്കാകമാനം ദൈവം മാറ്റം വരുത്തും. നിശ്ചയം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലിയുണ്ട്. ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുവൈറ്റിൽ നിന്ന് ഒരു സഹോദരൻ ഫാമിലിയാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ വേലയെ സ്നേഹിച്ചുകൊണ്ട് തിരുനാമത്തിന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യാൻ മനസ്സുള്ളവരായ എൻ്റെ സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് മുഖാന്തരമായിട്ട് അവർക്ക് ധാരാളമായ അനുഗ്രഹം, 10 മടങ്ങ് അനുഗ്രഹം വർദ്ധിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. ജോലി സാധ്യത അവർക്ക് ഉണ്ടാകട്ടെ. കർത്താവെ, അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് മുടക്കം വരാതെ വണ്ണം അവരെ നിരന്തരമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. വചനങ്ങൾക്ക് എല്ലാവരുടെ മേലും അങ്ങയുടെ ആത്മാവിൻ്റെ ആവാരവും വചനശക്തിയുടെ കർത്താവെ ആശ്വാസവും വിടുതലും ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വചനം വായിക്കുന്നു. അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യമാണ്. വായിക്കുന്നതിന് മുമ്പ് മഹാബലി ഒരു വിലാപകാലം വരുന്നു. വചനം അത് മുന്നറിയിപ്പായി തരുന്നു. അത് നിങ്ങളെ മുഴു ലോകത്തെ കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ഞാൻ അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു വരികയാണ്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുവാൻ, യൂട്യൂബിലിട്ട് മറ്റുള്ളവർക്ക് നൽകുവാൻ, കൂടാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങളുടെ സ്നേഹത്തോടും പരമാർത്ഥത്തോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം ഈ സമയത്ത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ഇതാ അവൻ മേഘരൂഢനായി വരുന്നു. സ്തോത്രം. യെസ്. ഇതാ അവൻ മേഘരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. വിലപിക്കും എന്ന് പറഞ്ഞിട്ട് ആ പദപ്രയോഗം അവസാനിപ്പിക്കുന്നത് ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സ്ഥിരീകരിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. അത് ഗ്യാരണ്ടി പറയുകയാണ്, സംഭവിക്കും എന്നുള്ളത്. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും വിലപിക്കും. ഗോത്രങ്ങൾ. അപ്പോൾ നമുക്ക് ആ പദത്തിൽ ഇത് നേരെ നിൽക്കാം. അങ്ങനെ ഒരു മഹാവിലാപകാലം വരാൻ പോകുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഇസ്രായേലിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും അവരുടെ അനുഗ്രഹത്തെക്കുറിച്ചും അവരുടെ ദൈവികമായ നന്മകളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു കേട്ടത്. ഇസ്രായേൽ അവിടെ നിന്നെല്ലാം വഴുതിപ്പോയിട്ട് പിന്നീട് അവർ ഭൂതലം മുഴുവൻ 70 വർഷം ചിതറിപ്പോയിട്ട് തിരിച്ചു വന്ന് അവരുടെ രാജ്യം പിടിച്ചെടുക്കുവാൻ സ്ഥാപിക്കാനിടയായി. അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ മുമ്പേ ഇതെല്ലാം കൃത്യം പോലെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലാകുന്ന ആൾക്കാരെയാണ് പ്രധാനമായിട്ട് ഊന്നി പറഞ്ഞത്.
ഗോത്രങ്ങൾ, സകല ഗോത്രങ്ങളും വിലപിക്കും. ഇപ്പോൾ വിലാപകാലം വരുന്നു. നമുക്ക് അത് യേശുവിൻ്റെ ജനനത്തിന് അനേക വർഷം മുമ്പ് പ്രവാചക ഗണങ്ങളിൽ ഒരു പ്രവാചകനായിരുന്നു സെക്കര്യാവ്. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സെക്കര്യാവിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ, ആ പ്രവചന ധ്വര നമുക്ക് ഒന്ന് പരിശോധിക്കാം. അത് സെക്കര്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകണം. 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 14 വരെയാണ് വായിക്കേണ്ടതെങ്കിലും ഇപ്പോൾ 10 മുതൽ 12 വരെ വായിച്ചാൽ മതി. 10 മുതൽ 12 വരെ. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ആത്മാവിനെ പകരും. അടുത്തത്, തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. അവരുടെ മാതാപിതാക്കളായ അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരായിരുന്നവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. പിന്നെ ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. അടുത്തത്, ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. പിന്നെ അന്നാളിൽ മെഗീദോ താഴ്വരയിലുള്ള ഹദദ് റിമോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ഈ വാക്കിനാണ് അത് വായിപ്പിച്ചത്. മഹാവിലാപം ഉണ്ടാകും. എപ്പോൾ? ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം. ആര്? എല്ലാവരും കേട്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇസ്രായേൽ ഗോത്രം 12-ലും മഹാവിലാപം ഉണ്ടാകും. ആ വിലാപം ഉണ്ടാകാൻ ഉണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അനുകൂലമായ സന്ദർഭം കേൾക്കുക. അവിടെ പറഞ്ഞത്, ഞാൻ ഇവരുടെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. സ്തോത്രം. ദൈവത്തെ അടുത്തറിയുവാൻ ദൈവം ഇട്ടിരിക്കുന്ന ഒരു ചാനലാണ്, മുഖാന്തരമാണ്, സാധ്യതയാണ് ആത്മാവിനെ പകരുക എന്നുള്ളത്. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ, അപ്പോസ്തലന്മാരുടെ മേൽ വരണം എന്ന് യേശു കർത്താവ് പ്ലാൻ ചെയ്തപ്പോൾ, അഥവാ മുൻ നിർണയം അങ്ങനെ ആയിരിക്കുമ്പോൾ, കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിൻ്റെ തൊട്ട് സമയത്ത് പോലും പറഞ്ഞു, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. സ്തോത്രം. ദൈവം മനുഷ്യർക്ക് വേണ്ടി നൽകിയ 5 വിശേഷപ്പെട്ട നന്മകളിൽ 3-ാമത്തതാണത്. 5 വിശേഷപ്പെട്ട നന്മകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ 3-ാമത് നന്മയാകുന്ന പരിശുദ്ധാത്മാവ് വന്നാൽ ആദ്യം പ്രവർത്തിക്കുന്ന പ്രവർത്തനം, ആ ആത്മാവ് ആരുടെ മേൽ വന്നുവോ അവരിൽ. ആത്മാവ് ലോകത്തിൽ വന്നു, അഥവാ 120 പേരുടെ മേൽ വന്നു. അപ്പോൾ ഉണ്ടായ സംഭവം, അവർക്ക് പാപത്തെക്കുറിച്ച് ബോധം വന്നു, നീതിയെക്കുറിച്ച് ബോധം വന്നു, ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ബോധം വന്നു. പാപം, നീതി, ന്യായവിധി, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ ആത്മാവിനെ ഗോത്രങ്ങളുടെ മേലയച്ചപ്പോൾ, ഇസ്രായേൽ ഗോത്രങ്ങളിൽ അത് വന്നപ്പോൾ മഹാവിലാപമായി തീർന്നു. അവിടെ യുദ്ധം ഉണ്ടായില്ല, ശത്രുക്കൾ ആരും അവിടെ വന്നതായിട്ട് കാണുന്നില്ല. പട്ടിണിയോ അതുപോലെ രോഗത്തിൻ്റെ പകർച്ചവ്യാധികളോ ഒന്നും അവിടെ ഉണ്ടായതായിട്ട് കാണുന്നില്ല. സ്ക്രീനിൽ നിങ്ങൾ ആ വാക്യം വായിച്ചു കാണും. ആകട്ടെ, അത് നിങ്ങൾ കുറിച്ചെടുത്തോ ഫോട്ടോ എടുത്തിട്ടോ പിന്നീട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ വചനത്തിൻ്റെ, ഈ വിഷയത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി ഞാൻ അതൊന്നുകൂടെ വായിപ്പിക്കുകയാണ്. സെക്കര്യാ 12-ന്റെ 10 മുതൽ 2 വാക്യം, 3 വാക്യം. 10 മുതൽ, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും, ദാവീദ് ഗൃഹം രാജാവിൻ്റെ കുലമായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ മേൽ, യെരൂശലേം നിവാസികളുടെ മേലും, യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. കൃപകളുടെയും യാചനകളുടെയും ആത്മാവ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ക്രൈസ്തവർ ആരെങ്കിലും
ഇതിലുണ്ടെങ്കിൽ അവരോർക്കണം, പ്രാർത്ഥിക്കണമോ, ആരാധിക്കണമോ, ഗുരുവിനെ അറിയണമോ, അതിൻ്റെ വഴികാട്ടി ഈ ആത്മാവാണ്. ഈ ആത്മാവിനെ കൂടാതെ ബുദ്ധി കൊണ്ട്, പരിചയം കൊണ്ട്, പഴമ കൊണ്ട്, പാരമ്പര്യം കൊണ്ട്, യുക്തി കൊണ്ട് അറിയാൻ പറ്റത്തില്ല. അറിഞ്ഞാലും അത് അക്ഷരത്തിൻ്റെ അറിവാണ്. ഇങ്ങനെ അറിഞ്ഞാൽ ആത്മാവിൻ്റെ അറിവാണ്. ആത്മാവ് എവിടെ നിന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് വന്നു. മനുഷ്യരെല്ലാം എവിടെ നിന്ന് വന്നു? ഭൂമിയിൽ നിന്ന് ഉളവായി ഉണ്ടായതാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഉളവായി ഉണ്ടായത് സ്വർഗത്തിൽ നിന്ന് വന്നത് തമ്മിൽ അത്രയും വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല, അത് തൃത്വത്തിൽ ഒരുവനായ ദൈവമാണല്ലോ പരിശുദ്ധാത്മാവ്. കൃപയുടെ യാചനകളുടെ ആത്മാവിനെ പകരും. പിന്നെ എന്തുണ്ടാവും? പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയിട്ട് ഇപ്പോൾ 2000 പരം വർഷമായി. ഇവർ ഈ അനുഭവത്തിലേക്ക് കടക്കുമ്പോൾ ഇതിലധികം വർഷമാവും. പിന്നെ എങ്ങനെ അവർ കുത്തിയെങ്കിലേക്ക് നോക്കുക? ചിന്തിക്കേണ്ടതാണല്ലോ, പരിശോധിക്കേണ്ടതാണല്ലോ. ഇവരല്ല, ഇവരുടെ പിതാക്കന്മാരായിരുന്നവരത്രേ, യേശുവിനെ ക്രൂശിച്ച കാലത്തുണ്ടായിരുന്ന യഹൂദന്മാരത്രേ. അവരാണ് ഇസ്രായേൽ. യഹൂദന്മാർക്കുള്ള മറ്റൊരു പേരാണ് ഇസ്രായേൽ, അഥവാ ഇസ്രായേലിനുള്ള പേരാണ് യഹൂദന്മാർ. അപ്പോൾ ഇവരാണത്രേ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയത്. യേശുവിൻ്റെ മരണത്തിങ്കൽ ഭൂതലം വരച്ച കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സൂര്യൻ ഇരുട്ടായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാറകൾ പിളർന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവാലയം നടുങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശവക്കോട്ട സെമിത്തേരി അറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശതാധിപൻ ഭയന്ന് വിറച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ ദൂരത്തു നിന്ന് മാർത്തടിച്ച് കരഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ യേശുവിൻ്റെ മരണത്തിങ്കൽ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ മുതൽ ഭൂതലം മുഴുവൻ, കരിമ്പാറ മുതൽ സെമിത്തേരി മുതൽ ദൈവാലയം വരെ നടുങ്ങുകയും വിറയ്ക്കുകയും ചെയ്തിട്ടും, ശതാധിപൻ വരെ വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്തിട്ടും ഇന്നും അക്കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുവാനോ അഥവാ അനുതപിക്കുവാനോ പശ്ചാത്തപിക്കുവാനോ കുത്തിയങ്കിലേക്കൊന്ന് നോക്കാനോ കഴിയാതെ വണ്ണം നാം അതിൻ്റെ പ്രതിരൂപങ്ങളിലേക്ക് മാറിപ്പോവുകയാണ്. ഞാനവിടെ വിസ്തരിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് അവർ കുത്തിയങ്കിലേക്ക് നോക്കുമെന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ച് ബോധം വരുന്നത് സമയത്ത് എൻ്റെ സ്നേഹിത, മാതാപിതാക്കളെ, പാപത്തെക്കുറിച്ച് ബോധം വന്നാൽ ആദ്യം നോക്കുന്നത് പാപപരിഹാരം വരുത്തിയവനായ ക്രിസ്തുവിനെ ആയിരിക്കും. ആ ക്രിസ്തുവിനെ നോക്കുന്ന നോട്ടത്തിനകത്ത് അവൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയ്ക്കകത്ത് എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ചുരുക്കം പേരുകളെങ്കിലും ഉണ്ട്. ഒരൊറ്റ മതത്തിൽ നിന്നും വരാത്തവരില്ല. അവരെല്ലാം രണ്ട് നോട്ടമാണ് നോക്കിയത്. ഒന്ന്, യേശുവിലേക്ക് നോക്കി. രണ്ട്, അവൻ്റെ തിരുവെഴുത്തിലേക്ക് നോക്കി. അവൻ്റെ തിരുവെഴുത്താണ് സത്യവേദ പുസ്തകം. അപ്പം അതുകൊണ്ട് അവർ കുത്തിയങ്കിലേക്ക് നോക്കി. അതാണ് വെളിപ്പാട് പുസ്തകക്കാരനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയത്. അന്ന് മഹാവിലാപം ഉണ്ടാകും, എല്ലാ ഗോത്രങ്ങളും വിലപിക്കും. അതേപ്പോൾ യേശു സഭയെ ചേർത്ത് കഴിഞ്ഞിട്ട്, തൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെ സ്വർഗത്തിൽ ചേർത്ത് കഴിഞ്ഞിട്ട് 7 വർഷം ഇവിടെ മഹാപീഡനമാണ്. മഹോപദ്രവകായ കാലമെന്ന് വിളിക്കപ്പെടുന്ന മഹാപീഡനം കഴിയുമ്പോൾ യേശു മഹത്വ പ്രത്യക്ഷത എന്ന് വിളിക്കപ്പെടുന്ന, തിരുവെഴുത്ത് വിളിക്കപ്പെടുന്ന പ്രകാരം ലോകത്തിലേക്ക് വരും. എടുക്കപ്പെട്ട സഭയുമായിട്ട് വരും. ഈ ലോകം ഭരിക്കാനാണ് വരുന്നത്. ഏകലോക ഭരണാധികാരിയായി യേശു ഭരിക്കും.
ഇന്നുള്ള ഒറ്റ ഭരണാധിപന്മാരെ അതിനകത്തുണ്ടാകത്തില്ല. ഇനി അവരിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവ് എടുക്കപ്പെട്ടെങ്കിൽ അവരുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. ഞാനുണ്ടാവും, ഉറപ്പാ. കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരും. ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ല. എടുക്കപ്പെടുന്നത് കർത്താവ്, കൊണ്ടുവരുന്നതും കർത്താവ്, ഭരണം ഏൽപ്പിക്കുന്നതും കർത്താവ്. ഒരു രാജാവ് നീതിയോടെ വാഴും, അങ്ങനെ എഴുതിയേക്കുന്നത്. നല്ല നീതിക്ക് പ്രയാസം. പാവപ്പെട്ട സ്ത്രീകൾ പോലും നിലവിളിക്കുന്നത് ഞാൻ ചാനലിൽ കണ്ടിട്ടുണ്ട്. നീതിക്ക് വേണ്ടിയാണ് അവർ നിലവിളിക്കുന്നത്. ഞാനത് വിടാം. അന്ന് ആരും നിലവിളിക്കേണ്ടി വരികയില്ല. നീതിയോടെ വാഴുന്ന ഒരു രാജാവുണ്ട് ഇവിടെ. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. കൂടെ ഭരിക്കുന്നവരുണ്ട്, അവരുടെ പേരാണ് വിശുദ്ധ പ്രഭുക്കന്മാർ, അവൻ്റെ പ്രഭുക്കന്മാർ. അപ്പോൾ പറഞ്ഞത് എപ്പോൾ ആണ് ഈ വിലാപകാലം വരുന്നത്? യേശു ക്രിസ്തു മഹത്വ പ്രത്യക്ഷതയിൽ യെരുശലേം ആസ്ഥാനമാക്കിക്കൊണ്ട് രാജ്യഭരണം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ തൊട്ട് സെക്കൻഡുകൾ മുമ്പ് സാത്താനെ അവൻ്റെ ദൂതന്മാരെ 1000 വർഷത്തേക്ക് പിടിച്ച് ചങ്ങലക്കിടും. പിന്നെ ഇവിടെ സാത്താനില്ലാത്ത ലോകമാണ്. ഇന്നത്തെ സാത്താനെ ഒതുക്കാൻ വേണ്ടി എന്തെല്ലാം ക്രിയകളാണ് നമ്മൾ ചെയ്യുന്നത്. സാത്താനാണ് നമ്മൾ സമ്മതിക്കത്തൊന്നുമില്ല. എന്തുവാകട്ടെ, അത് എൻ്റെ വിഷയത്തിൽപ്പെട്ടതല്ല. അപ്പോൾ യേശു ലോകത്തിൽ വരുമ്പോൾ സാത്താനില്ല. യേശു ലോകത്തിൽ വരുമ്പോൾ മനുഷ്യന് ആഗ്രഹിച്ച വിധത്തിലുള്ള, കൊതിച്ച വിധത്തിലുള്ള, ദാഹിച്ചതുപോലെ ഒരു സോഷ്യലിസ്റ്റ് ഭരണമുണ്ടാകും, സമത്വസുന്ദരമായൊരു ലോകം. ആ ലോകത്തിൽ യേശു വരുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ വന്ന ശേഷമോ എപ്പോഴെങ്കിലാകട്ടെ, മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയും മാറട്ടെ, പരിശുദ്ധാത്മാവിനെ ഇസ്രായേലിൻ്റെ മേൽ പകരും. അവർ വിലപിക്കും. എന്തുകൊണ്ട്? ബോധം വന്നു. എന്താണ് ബോധം വന്നത്? തങ്ങളുടെ പിതാക്കന്മാർ കുത്തിയവങ്കിലേക്ക് അവർ നോക്കി. ആരെയാണ് കുത്തിയത്? യേശുവിനെ കുത്തി മുറിവേൽപ്പിച്ചു. അവൻ്റെ വിലാപ്പുറം നീളത്തിൽ ഒഴിവുചാല് പോലെ കീറുന്നതുപോലെ അവർ കുത്തി മുറിവേൽപ്പിച്ചു. ഈ യേശുവിനെ ലോകത്തോട് പരിചയപ്പെടുത്തണമെന്ന്, അറിയിക്കണമെന്ന്, പ്രസംഗിക്കണമെന്ന് സകല മനുഷ്യനും കേൾക്കത്തക്കവണ്ണം നിങ്ങൾ പ്രവർത്തിക്കണം, അറിയിക്കണമെന്നുള്ളത് അവൻ്റെ കൽപ്പനയാണ്. അത് അടുത്ത തുടർന്നുള്ള എപ്പിസോഡിൽ പറയാം. ഇപ്പോൾ പറയുന്നത് ഒരു മഹാവിലാപം ഉണ്ടാകും. മഹാവിലാപം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത് പ്രവാചകൻ യേശു ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് പ്രവചിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തിയാണത്. അത് നിവൃത്തീകരിക്കപ്പെട്ടേ മതിയാവും. 12 ഗോത്രങ്ങളെപ്പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. ഞാനിനി അത് വായിച്ച് മുമ്പ് കേൾപ്പിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇപ്പോൾ അതിന് മുതിരുന്നില്ല. മർക്കോസ് എഴുതിയ സുവിശേഷം ഒരു വാക്യം ഒന്ന് വായിച്ചേ ഇതിൻ്റെ തെളിവിനായിട്ട്. മർക്കോസ് 13-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയും എങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അവൻ്റെ മക്കളായിരിക്കുന്ന, അവൻ്റെ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന അവൻ്റെ ആൾക്കാരെ തെറ്റിക്കാനായിട്ട് പല വിധത്തിലുള്ള സൂത്രങ്ങൾ, അതോ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. പിന്നെ നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാനല്ല നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ. വായനക്കാർക്ക് ഈ വാക്യത്തിൽ പ്രാധാന്യം തോന്നുകയില്ലെങ്കിലും ആശയോടും ആർത്തിയോടും ആഗ്രഹത്തോടും കൂടെ വായിക്കുന്ന ഞങ്ങളിപ്പോഴുള്ളവർക്ക് ഞങ്ങളെ അവിടെ അറസ്റ്റ് നിർത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിർത്തും. മുൻകൂട്ടി പറയുന്നൊരു കർത്താവ്. 1-2 കാര്യമല്ല, വരാനുള്ള സകല കാര്യങ്ങളെയും മുൻകൂട്ടി പറഞ്ഞുവല്ലോ. എന്തിനാണാവോ മുൻകൂട്ടി പറയുന്നത്? യുക്തിസഹമായി ചിന്തിച്ചാൽ
യേശു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2000-ലധികം വർഷം കഴിഞ്ഞല്ലോ. ലോകത്തിലെ മനുഷ്യരുടെ 1000 വർഷം ദൈവത്തിന് ഒരു ദിവസം പോലെ എന്നാ. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ രാത്രിയിലെ ഒരു യാമം പോലെ എന്നാ. അപ്പോൾ ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു. അലസമായി നടക്കാനല്ല പറഞ്ഞേ, ഉദാസീനമായി കേൾക്കാനല്ല പറഞ്ഞേ, പിന്നെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാനല്ല പറഞ്ഞേ. ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുന്നവരായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇഷ്ടം പോലെയാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ പിടിക്കപ്പെടും. ഞങ്ങളെപ്പോലുള്ളവരോട് പറഞ്ഞിരിക്കുന്ന സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാകുന്നവരായി നിൽപ്പാൻ ശ്രമിക്കുക. ദൈവത്തിന് കൊള്ളാകുന്നവർ മുഖസ്തുതി പറയുന്നവരല്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല, ദൈവത്തിന് കൊള്ളാകുന്നവൻ. അതായിരിക്കട്ടെ അതിന് നമ്മുടെ ആപ്തവാക്യം. പറഞ്ഞു വന്നത്, സ്തോത്രം, മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നല്ലോ. ഈ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് യേശു ഒരു വചനം പറഞ്ഞത് മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നോക്കാം. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. അപ്പൊ യേശുവിനെ യേശു പറ്റി എഴുതിയതാണത്. നിങ്ങൾ എത്ര പേര് ആ വാക്യം അംഗീകരിക്കും? യേശു ദുഃഖിച്ചു, യേശു കോപിച്ചു. സിസ്റ്റർ ഒന്നോടെ വായിച്ചേ 5-ാം വാക്യം. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. യേശുവിനെ ദുഃഖിപ്പിക്കുന്ന കുറെ പള്ളിക്കാർ, സ്ഥലം പള്ളിയാണത്. സംശയമുള്ളവർക്ക് വീട്ടിൽ സമയമുള്ളപ്പോൾ 3-ാം അധ്യായം വായിച്ചാൽ കാണാം. പള്ളിയിൽ കൈ വരണ്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കൈ മുഴുവൻ ഇല്ലാത്ത മനുഷ്യൻ. അവനും പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ വന്നവരോടാണ് പറഞ്ഞത് അവരുടെ ഹൃദയകാഠിന്യം. കഠിന ഹൃദയരായിരിക്കുന്ന മനുഷ്യരെ നോക്കി അന്നും ഇന്നും ഇനിയും നാളെയും ദൈവഹൃദയത്തിന് ദുഃഖമാണ്. അനുതപിക്കാത്തവർ, പശ്ചാത്താപിക്കാത്തവർ, പരിശോധിക്കാത്തവർ, തങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ഇഷ്ടമില്ലാത്തവർ, അവർ ഹൃദയകാഠിന്യമുള്ളവരാണ്. അവരെ നോക്കി യേശു ദുഃഖിച്ചു. കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും നമ്മൾ പറഞ്ഞു, യെരുശലേമിനെ നോക്കി യേശു ദുഃഖിച്ചു. യെരുശലേം വളരെ പ്രിയപ്പെട്ട ഒരു നഗരമാണ്. അതിന് പിന്നാലെ അപ്പോൾ യേശുവിനെ ദുഃഖിപ്പിക്കുന്ന ഇന്നും ധാരാളം ആൾക്കാർ, അക്ഷരീകമായി യേശു കൂടെ ഉള്ളപ്പോഴും ധാരാളം ആൾക്കാർ. എൻ്റെ ഒരു സറണ്ടറിങ്, എൻ്റെ സമർപ്പണവും പ്രാർത്ഥനയും ആഗ്രഹവും അപേക്ഷയും കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലുണ്ടാകല്ലേ. എനിക്കിങ്ങോട്ട് വേണ്ടിയാണല്ലോ ക്രൂശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചത്. ആ ത്യാഗവും സഹനവും അവമാനവും നിന്ദയും പരിഹാസവും തുപ്പലും എല്ലാം ഏറ്റത് എനിക്കും കൂടെ വേണ്ടിയാണല്ലോ. 3 കാലിലും വാണികളിൽ 33 വയസ്സുള്ള ഒരു യൗവനപ്രായത്തിലായ യേശുവിനെ അവർ ഒതുക്കിയല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ദുഃഖിപ്പിക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവനെ നോക്കി നിൽക്കുന്നവനാണ് കർത്താവ്. ഒരു വശത്തെ കള്ളൻ അവനെ ദുഷിച്ച് ദുഃഖിപ്പിച്ചപ്പോൾ, മറുവശത്തെ കുറ്റവാളി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. 2 കാര്യം സമ്മതിച്ച് പ്രാർത്ഥിച്ചു. 1, നീ രാജ്യത്വം പ്രാപിക്കും. 2, നീ മടങ്ങി വരും. അപ്പോൾ എന്ത് വേണം? എന്നെയും കൂടെ ഓർക്കണം.
നിങ്ങളെ ഓർക്കണം. ആ കാര്യം പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, സ്തോത്രം, മർക്കോസ് എഴുതി വെച്ചു, യേശുവിനെ ദുഃഖിപ്പിച്ചു അവർ. യേശു കോപിച്ചു. യേശു ആ സമയത്ത് വരണ കൈയുള്ളവനോട് എഴുന്നേൽക്കാൻ പറഞ്ഞ് അവന് സൗഖ്യമാക്കി. പള്ളിക്കകത്ത് യേശുവിൻ്റെ പണി ചെയ്തു. സാധാരണ പള്ളിയിൽ വരുന്ന ആൾക്കാരുടെ സ്വഭാവം അവരും കാണിച്ചു. ഇത്രയേ ഉള്ളൂ അതിനകത്തെ കഥ. അത് പ്രധാനമായിട്ട് അത്രയും മതിയാവും നമുക്കത്. അതുകൊണ്ട് പ്രിയരെ, മഹാവിലാപം വരുമ്പോൾ, സഹസ്രാബ്ദ വാഴ്ചയുടെ കാലം വരുമ്പോൾ, യേശുക്രിസ്തു ഏകലോക ഭരണാധികാരിയായ രാജ്യം ഭരിക്കുമ്പോൾ, എൻ്റെ ശ്രോതാക്കളിൽ ആർക്കെങ്കിലും പങ്കാളിത്തം വേണോ? അതിഷ്ടമാണോ? അതിലേക്ക് വരാൻ മനസ്സുണ്ടോ? ദാനിയേൽ 2:44 എഴുതിയിട്ടുണ്ട്. അപ്പം അത് വായിക്കുന്നൊന്നുമില്ല. സ്തോത്രം. അവൻ രാജ്യത്വം സ്ഥാപിക്കും. വെളിപ്പാട് 19 എഴുതിയിട്ടുണ്ട്, അവൻ രാജ്യത്വം സ്ഥാപിക്കും. അവൻ്റെ രാജ്യത്വത്തിൽ കേൾവിക്കാരായ നിങ്ങൾ എവിടെയായിരിക്കും? നിങ്ങളിപ്പോഴും അക്കരെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യത്ത് പോയി പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിലോ, ഇവിടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലോ, നല്ലൊരു ജോലി കിട്ടുന്ന കാര്യത്തിലോ, ഒരു നല്ല വീടുണ്ടാക്കുന്ന കാര്യത്തിലോ, നല്ലൊരു വാഹനം വാങ്ങിക്കുന്ന കാര്യത്തിലോ, അങ്ങനെ എന്തെല്ലാം മോഹങ്ങളുടെ വലയത്തിനകത്ത് ഇഷ്ടപ്പെട്ടു കിടക്കുമായിരിക്കാം. എനിക്ക് വെളിയിൽ ആരുമില്ല, വാഹനമില്ല, വീട് അതുപോലെയില്ല, അങ്ങനെ എടുത്ത് പറയത്തക്കവണ്ണം, എടുത്ത് കാണിക്കത്തക്കവണ്ണം ഒന്നുമേ ഇല്ല. ഞാൻ സന്തോഷമാണ്. എന്തിനാ എന്നെ പറയുന്നത്? നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഞാൻ എന്നെ അങ്ങ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്കത് വേണമെങ്കിൽ എടുക്കാമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചുരുക്കട്ടെ, എന്താ പറഞ്ഞു വെച്ചത്? സ്തോത്രം. ഓർക്കുക, ഒരു മഹാവിലാപം വരാൻ പോകുന്നു. ആ വിലാപത്തിൻ്റെ പ്രധാന വ്യക്തികൾ, പ്രധാന ജനം യഹൂദന്മാരായിരിക്കും. അത് ഇസ്രായേൽക്കാരായിരിക്കും. 12 ഗോത്രങ്ങളും വെവ്വേറെ വിലപിക്കും. വിലപിക്കാനുണ്ടായ കാരണം യേശു വന്നതുകൊണ്ടല്ല, അപ്പോൾ യേശുവിൻ്റെ മഹത്വപ്രത്യക്ഷത കൊണ്ടല്ല, പിന്നെ അവരുടെ മേൽ ആത്മാവിനെ പകർന്നതുകൊണ്ടാണ്. യഹൂദൻ്റെ മേൽ ആത്മാവിനെ പകർന്നെങ്കിൽ, യേശുവിന് ജന്മം കൊടുത്ത മാതാവാകുന്ന കന്യാമറിയാമിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നെന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നെങ്കിൽ, 7 ഭൂതങ്ങളെ പുറത്താക്കിയ മർത്തലക്കാർത്തി മറിയുടെ മേൽ ആത്മാവിനെ പകർന്നെങ്കിൽ, പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും പിൽക്കാലത്ത് പൗലോസിൻ്റെയും മേൽ ആത്മാവിനെ പകർന്നെങ്കിൽ, നിങ്ങൾക്ക് ഈ ആത്മാവിന് വിലയില്ലല്ലോ, മൂല്യമില്ലല്ലോ, ദാഹമില്ലല്ലോ, ആഗ്രഹമില്ലല്ലോ, വിശപ്പില്ലല്ലോ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ? കാത്തിരിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ എപ്പിസോഡിനാൽ നിങ്ങൾക്കൊരു നന്മയും അനുഗ്രഹവും ഉണ്ടാകാൻ ആത്മാവിനെ പ്രാപിക്കുക. മറ്റൊന്ന്, ഒരു തീരുമാനത്തിനെടുക്കുക. ഒരു കർത്താവിൻ്റെ ഒരു പ്രതിജ്ഞ എടുക്കുക. കേൾവി കൊണ്ട് ഗുണം പോരാ. കേൾവി കൊണ്ട് അറിവ് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ അനുഭവം കിട്ടാൻ സാധ്യതയില്ല. ആത്മാവ് വന്നു കഴിഞ്ഞാൽ കേൾവിയേക്കാൾ വലുത് ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മിൽ നടന്നുകൊണ്ടിരിക്കും. അത് നടന്നു തുടങ്ങിയിട്ട് ഏറെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഞങ്ങളൊക്കെ. ശരി, പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഇന്ന് പകലിൽ അങ്ങയുടെ വചനം കേട്ടവരായ എൻ്റെ ശ്രോതാക്കളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാവബോധം വരുത്തുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നെങ്കിൽ, കർത്താവേ, ഈ കാലത്ത് അതിനേക്കാൾ എത്രയോ വഷളായ ലോകത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ആത്മാവിനെ പകരണമേ. ആത്മാവ് ഞങ്ങൾക്ക് ലഭിച്ചാലേ ഞങ്ങൾക്ക് ആത്മീക ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ദൈവരാജ്യ യാത്രയിലും മുന്നേറാൻ കഴിയൂ എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, വിശ്വസിക്കുന്നു.
ഏറ്റെടുക്കുന്നു, ഏറ്റുപറയുന്നു. കർത്താവ് അങ്ങനെ ചെയ്യാൻ പ്രസാദിക്കട്ടെ, പ്രസാദിക്കട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി, നന്ദി. സ്വന്തം ജനത്തെ അങ്ങയുടെ നാട്ടിലും വീട്ടിലും ചേർക്കുവാനായി വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.